നമുക്ക് ഈ ദിവസം ഓർമ്മയുണ്ടോ? രാജ്യത്ത് ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ച ദിവസമാണെന്ന്. ഇന്ന് 5 കൊല്ലം തികയാണ്. തൃശ്ശൂരിലാണ് ഈ രോഗം ആദ്യമായി സ്ഥിരീകരിച്ചത്. ആ മഹാമാരിക്കാലത്തെ ഓർമ്മകൾ നമ്മളെ വല്ലാണ്ട് ഇപ്പോഴും അമ്പരപ്പിക്കും. കാര്യം തൃശ്ശൂരിലെ വിദേശത്ത് പഠിക്കാൻ പോയ ഒരു പെൺകുട്ടിക്കായിരുന്നു ഈ കോവിഡ് സ്ഥിരീകരിച്ചത്. നമ്മളൊരുപക്ഷെ വിചാരിച്ചത് ഒരൊറ്റപ്പെട്ട കേസായിരിക്കും. പിന്നീട് കൊറോണ എന്ന കൃമികീടം ലോകത്തെ മാറ്റിമറിച്ചെന്ന് മാത്രമല്ല 20 മാസക്കാലം നമ്മളെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഇന്ന് കേരളത്തിൽ നിന്ന് 20 പേരുടെ സാമ്പിൾ ഇതേവരെ അയച്ചിട്ടുണ്ട്. അതിൽ 10 എണ്ണം നെഗറ്റീവായിട്ട് വന്നു. 6 എണ്ണം അവിടെ പെൻഡിങ് ഉണ്ടായിരുന്നു. ബാക്കി ഇപ്പോൾ നമ്മൾ ഉടനെ അയച്ചതാണ്. അപ്പോൾ ആ 6 റിസൾട്ടിൽ 1 ഇപ്പോൾ കൊറോണ പോസിറ്റീവായിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ്. 2020 ജാനുവരി 30 കേരളം ഞെട്ടലോടെ ആ വാർത്ത കേട്ടു. ലോകത്തെ മുൾമുനയിൽ നിർത്തിയ വൈറസ് മലയാള മണ്ണിലും എത്തിയിരിക്കുന്നു. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 20-കാരിക്കായിരുന്നു കോവിഡ് ബാധ. ചൈനയിലെ വുഹാനിൽ നിന്ന് മടങ്ങിയെത്തിയതായിരുന്നു വിദ്യാർത്ഥിനി. പിന്നീട് ആശങ്കയുടെ നാളുകൾ. രാജ്യത്താകെ കോവിഡ് പടർന്നു പിടിച്ചു. आज रात 12 बजे से संपूर्ण देश में संपूर्ण लॉकडाउन होने जा रहा है. आज रात 12 बजे से घरों से बाहर निकलने पर पूरी तरह पाबंदी लगाई जा रही है. 2020 മാർച്ച് 24 വൈകിട്ട് രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. രാജ്യം നിശ്ചലമായി. വൈറസ് രാജ്യമാകെ നടമാടിയപ്പോൾ കേരളം പോരടിച്ചു നിന്നു. സകല സന്നാഹങ്ങളുമായി ആരോഗ്യവകുപ്പ് കോവിഡിനെ നേരിട്ടു. സർക്കാർ പറയുന്ന രീതിയിലോ അതിലപ്പുറമോ ഉള്ള നിയന്ത്രണങ്ങൾ നാട്ടിലുണ്ടാകണമെന്നാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ തയ്യാറാകാതിരുന്നാൽ നിരോധനാജ്ഞ ഉൾപ്പെടെയുള്ള കർക്കശമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകേണ്ടി വരും. 2020 മാർച്ച് 24 കേരളത്തിൽ ആദ്യ കോവിഡ് മരണം സ്ഥിരീകരിച്ചു. എറണാകുളം സ്വദേശിയായ 69-കാരനായിരുന്നു മരണത്തിന് കീഴടങ്ങിയത്. വൈറസിന്റെ പല വകഭേദങ്ങൾ പിന്നാലെ വന്നു. പോരാട്ടത്തിൽ ചിലർ വീണുപോയെങ്കിലും നമ്മൾ ആ മഹാമാരിക്കാലത്തെ അതിജീവിച്ചു. 5 വർഷത്തിനിപ്പുറം ഒരു കെട്ടുകഥ പോലെ ആ കെട്ടകാലം നമ്മൾ ഓർക്കുന്നു. എന്നാൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. പോയ വർഷം ഏറ്റവും കൂടുതൽ കോവിഡ് മരണം സംഭവിച്ചത് കേരളത്തിൽ. 2024 5597 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചത്. 66 പേർ മരിച്ചെന്നും കേന്ദ്രത്തിന്റെ കണക്കിൽ പറയുന്നു. ജാഗ്രത തുടരണമെന്നാണ് ഈ കണക്ക് നമ്മോട് പറയുന്നത്. റിസർച്ച് ഡെസ്ക് 24.